ഓക്സിജൻ ടാങ്കുകളില്ലാതെ മനുഷ്യർക്ക് എങ്ങനെ ഒരുപാട് സമയം വെള്ളത്തിൽ മുങ്ങാൻ കഴിയും? എന്നാൽ അങ്ങനെ ജീവിക്കുന്നൊരു സമൂഹമുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ സമുദ്ര സമൂഹമാണ് ബജാവു ജനത. പലപ്പോഴും സീ നൊമാഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവർ പരമ്പരാഗതമായി അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ആഴം കുറഞ്ഞ തീരദേശ ജലാശയങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ച ബോട്ടുകളിലോ ഫ്ലോട്ടിംഗ് വീടുകളിലോ ആണ് ജീവിക്കുന്നത്. നൂറ്റാണ്ടുകളായി ബജാവു ജനത അതിജീവനത്തിനായി പൂർണ്ണമായും സമുദ്രത്തെ ആശ്രയിച്ചിരുന്നു. മത്സ്യബന്ധനത്തെയും സ്വതന്ത്ര ഡൈവിങ്ങിനെയും അവരുടെ പ്രാഥമിക ജീവിത രീതിയായി ആശ്രയിച്ചിരുന്നു. പല ബജാവു കുട്ടികളും നടക്കാൻ പഠിക്കുന്നതിനു മുമ്പ് നീന്താൻ പഠിക്കുന്നു. ചെറുപ്പം മുതലേ അസാധാരണമായ കഴിവുകളും കടലുമായുള്ള ബന്ധവും അവർ വികസിപ്പിച്ചെടുക്കുന്നു. ബജാവു ജനതയുടെ ഏറ്റവും ആകർഷകമായ വശങ്ങളിലൊന്ന് അവരുടെ അസാധാരണമായ സ്വതന്ത്ര ഡൈവിംഗ് കഴിവാണ്. ചില ബജാവു മുങ്ങൽ വിദഗ്ധർക്ക് നിരവധി മിനിറ്റ് ശ്വാസം പിടിച്ച് ആധുനിക ഉപകരണങ്ങളില്ലാതെ ശ്രദ്ധേയമായ ആഴങ്ങളിലേക്ക് മുങ്ങാൻ കഴിയും. തലമുറകളായി പരിണാമത്തിൽ ബജാവു വ്യക്തികൾ വയറിൻ്റെ മുകളിൽ ഇടതുവശത്ത് വാരിയെല്ലുകൾക്ക് താഴെയായി സ്ഥിതി ചെയ്യുന്ന വലിയ പ്ലീഹകൾ വികസിപ്പിച്ചെടുത്തുന്നുവെന്നും ഇത് കൂടുതൽ ഓക്സിജൻ സമൃദ്ധമായ ചുവന്ന രക്താണുക്കളെ സംഭരിക്കാൻ അവരെ അനുവദിക്കുന്നുണ്ടെന്നും ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് അവരെ വെള്ളത്തിനടിയിൽ കൂടുതൽ നേരം തുടരാൻ സഹായിക്കുന്നു. ഈ ശ്രദ്ധേയമായ ജൈവശാസ്ത്രപരവും സാംസ്കാരികവുമായ പരിണാമം അവരെ ലോകത്തിലെ ഏറ്റവും അസാധാരണമായ ഡൈവിംഗ് സമൂഹങ്ങളിലൊന്നാക്കി മാറ്റുന്നു. ആധുനികവൽക്കരണം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും പല ബജാവു സമൂഹങ്ങളും ഇപ്പോഴും അവരുടെ പരമ്പരാഗത കടൽ യാത്രാ ജീവിതശൈലി നിലനിർത്തുന്നു. ചിലർ ക്രമേണ കരയിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെങ്കിലും വേലിയേറ്റവും സമുദ്രജീവികളും തീരദേശ ആവാസ വ്യവസ്ഥകളുമെല്ലാം രൂപപ്പെട്ട കഴിവുകളും വിശ്വാസങ്ങളും ദൈനംദിന രീതികളുമാണ് അവരുടെ സംസ്കാരം സമുദ്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രകൃതിയുമായി അങ്ങേയറ്റം യോജിച്ച് മനുഷ്യർക്ക് സാംസ്കാരികമായും ജൈവശാസ്ത്രപരമായും ജീവിതവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നതിൻ്റെ അപൂർവം ഉദാഹരണമാണ് ബജാവു ജനത.